ഇന്നലത്തെ കളി ഇന്നലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് പുലർച്ചെയാണ്. അപ്പം നെയ്മർ ജൂനിയറുടെ മടങ്ങി വരവാണ് ഇന്ന് ലോകമാധ്യമങ്ങളൊക്കെ ഹെഡ്ലൈനായിട്ട് കൊടുക്കുന്നത്. എന്ത് പറയുന്നത്, ഇത് എത്രത്തോളം പ്രാധാന്യമുള്ളൊരു സംഭവമാണ് നെയ്മറിന്റെ തിരിച്ചുവരവ്. വലിയ സംസാര വിഷയം. പക്ഷെ അതിനെ വിനീഷ്യസ് ജൂനിയറിന്റെ പെർഫോമൻസ് ഓവർഷാഡോ ചെയ്തോ എന്നുള്ള സംശയമുണ്ട്. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് വിനീഷ്യസ് പെർഫോം ചെയ്യുന്നതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെയ്മർ തന്നെ കളിക്കേഷൻ പറഞ്ഞ നമ്മുടെ മെയിൻ പ്ലെയർ വിനി ജൂനിയർ ആണ് എന്നുള്ളത്. ഈ 10-15 മിനിറ്റ് നെയ്മർ കളിച്ചതിൽ നിന്ന് സാറിന് എന്താണ് തോന്നിയത്? അദ്ദേഹത്തിന്റെ ഒരു 3 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ സമയം ഉണ്ടായിരുന്നു, കോർണർ കിക്ക് ഉണ്ടായിരുന്നു. അതെ, അത് വേണ്ട രീതിയിൽ ഇപ്പോൾ ആ 15 മിനിറ്റാണ്, 76 മിനിറ്റിലാണ് ഇറങ്ങുന്നത് നെയ്മർ ഇറങ്ങുന്നത്. കളിയിൽ വേണ്ടത്ര ഒരു ഇമ്പാക്ട്. ഒന്നാമത് ബ്രസീൽ നല്ല നിലയിലായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 3 ഗോളിൽ ജയിച്ച് വിജയം ഉറപ്പിച്ച് നല്ല രീതിയിൽ. ബ്രസീലിന്റെ കാര്യത്തിൽ തുടക്കം മുതൽ അവസാനം വരെ നല്ല ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ നെയ്മർ ഇറങ്ങി കളിയിൽ വേണ്ടത്ര രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാമത് പ്രത്യേകിച്ചെങ്കിൽ ബ്രസീലിന്റെ നിലവിലുള്ള ആ ഒരു ലൈൻ, അറ്റാക്കിംഗ് ലൈൻ അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ ഒപ്പം ആ വേഗത എത്തുന്ന പേസിന്റെ കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ള ആള് കുറച്ച് കാലത്തിന് ശേഷം മടങ്ങി വരികയാണ്. പക്ഷെ അതിനിടയ്ക്ക് ചില നല്ല പാസുകളൊക്കെ കൊടുത്തു, 2-3 ചാൻസ് ക്രിയേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. പിന്നെ കോർണർ നല്ല ഒരു കോർണർ, അതായത് നമ്മളെ ഗബ്രിയൽ മെഗല്ലസ് കണക്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു കോർണർ ഉണ്ടായിരുന്നു. അത് അവരുടെ ഡിഫൻഡർ തട്ടി ഒഴിവാക്കിയാണ്. അത് ഗോളായിരുന്നെങ്കിൽ നെയ്മർക്കൊരു അസിസ്റ്റ് അതിൽ പറഞ്ഞേനെ, വലിയ രൂപത്തിൽ അത് ചർച്ചയായി വന്നേനെ. ഇനിയിപ്പോൾ എന്തായാലും നെയ്മറുടെ പെർഫോമൻസ് എങ്ങനെയോ ആവട്ടെ, അതല്ല വിഷയം. ആദ്യം മടങ്ങിയെത്തി എന്നുള്ളതാണ്. അത്രയും കാലം 981 ദിവസങ്ങൾക്ക് ശേഷമാണ് ബ്രസീലിന്റെ ജേഴ്സി എറിഞ്ഞ് വീണ്ടും പറഞ്ഞത്.